അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് ചെറുവാടിയിൽ നടന്ന സമസ്ത മുജാഹിദ് സംവാദം, നബിദിനമാഘോഷം എന്ന വിഷയത്തിൽ നടന്ന സംവാദം. സമസ്തക്കാർ വിജയിച്ചിരിക്കുകയാണ് ഗെയ്സ്. നിങ്ങൾ അറിഞ്ഞില്ല? പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ല? സംവാദം നേരിൽ കണ്ട ആളുകളാണല്ലോ. നിങ്ങളൊന്നും അറിയാത്തൊരു സംഭവം നടന്നിട്ടുണ്ട്. സംവാദത്തിൽ പങ്കെടുത്ത ആളുകൾ ആരും അറിഞ്ഞില്ല. സംവാദത്തിന് നേരിട്ട് ശ്രോതാക്കളായ ആളുകൾ അറിഞ്ഞില്ല. ഓൺലൈനിലൂടെ സംവാദം പൂർണ്ണമായി കണ്ട ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ പത്രം നോക്കുമ്പോഴാണ് വാർത്ത കാണുന്നത്. മുസ്ലിയാക്കന്മാർ മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ പോയ സംവാദം. അല്ലാത്ത ക്ഷീണമായിരുന്നു അവർക്ക്. ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനത്തെ ഒരു അടി അവർക്ക് കിട്ടിയിട്ടില്ല. അമ്മാതിരി കോലത്തിലാണ് അവർ പോയത്. രാവിലെ എണീറ്റ് കണ്ണൊക്കെ തിരുമ്മി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുന്നിൽ കണ്ട സുപ്രഭാതം പത്രമെടുത്ത് തുറന്നു നോക്കുമ്പോഴാണ് കാണുന്നത്. എന്ത് കാണുന്നത്? ചെറുവാടി സംവാദം സുന്നി പക്ഷത്തിന് ഉജ്ജ്വല വിജയം. വിസ്റ്റം മുജാഹിദിന്റെ വാദമുഖങ്ങൾ തകർന്നു. പത്രത്തിൽ വാർത്ത കണ്ട മുസ്ലിയാർ കണ്ണൊക്കെ ഒന്ന് തിരുമ്പി വീണ്ടും ഞങ്ങൾ പങ്കെടുത്ത സംവാദം തന്നെയല്ലേ ഇത് എന്ന രീതിയിൽ അദ്ദേഹം ഒന്ന് കണ്ണ് വീഴ്ച നോക്കുകയാണ്. ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് എന്ന മട്ടിൽ അയാൾ വീണ്ടും വായിക്കുകയാണ്. ചെറുവാടി കോഴിക്കോട് സുന്നി വിസ്ഡം മുജാഹിദ് നബിദിനമാഘോഷം എന്ന ശീർഷകത്തിൽ നടന്ന സംവാദത്തിൽ സുന്നി പണ്ഡിതർക്ക് ഉജ്ജ്വല വിജയം. അതെപ്പോഴാണ് സംഭവിച്ചു എന്ന മട്ടിൽ മുസ്ലിയാർ വീണ്ടും വായിക്കുകയാണ്. നബിദിനമാഘോഷം വിലക്കപ്പെട്ട ബിദ്അത്താണെന്ന് അനാചാരം സ്ഥാപിക്കാൻ വിസ്ഡം നേതാവ് ഫൈസൽ മൗലവി ഉയർത്തിയ വാദങ്ങളെ പ്രമാണബദ്ധമായ ചോദ്യങ്ങളിലൂടെ SKSSF ഇസ്തിഖാമ പണ്ഡിതർ പ്രതിരോധിച്ചു. സംവാദത്തിലുടനീളം വിസ്ഡം പക്ഷം ഉയർത്തിയ ആശയപരമായ വൈരുദ്ധ്യങ്ങൾ സുന്നി പണ്ഡിതർ അക്കമിട്ടു നിരത്തി. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു ബായി എന്ന മട്ടിൽ മുസ്ലിയാർ വീണ്ടും ആദ്യ നൂറ്റാണ്ടുകളിൽ ഇല്ലാത്തതെല്ലാം നിഷിദ്ധമായ ബിദ്അത്താണെന്ന ഫൈസൽ മൗലവിയുടെ അടിസ്ഥാനവാദത്തെ സുന്നി പ്രതിനിധികൾ മറ്റു ചോദ്യങ്ങളിലെ നേരിട്ടു. ഈ വാദപ്രകാരം മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്ന പല കാര്യങ്ങളും ബിദ്അത്തിന്റെ പരിധിയിൽ വരുമെന്ന മറുപടിക്ക് മുന്നിൽ മുജാഹിദ് വിഭാഗം ഉത്തരം മുട്ടി. ഇതൊക്കെ എപ്പം സംഭവിച്ചതാണ് എന്നാണ് മുസ്ലിയാർ ഇങ്ങനെ ആലോചിക്കുന്നത്. അവിടെ മുജാഹിദുകളുടെ പ്രോഗ്രാമുകൾ, സംഘടന രൂപീകരിച്ചത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ അതിനൊക്കെ കൃത്യമായി അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പ്രബോധനത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ്. അതുപോലെ പല കാര്യങ്ങളും ആ രീതിയിലുള്ള കുറെ ചോദ്യങ്ങൾ, മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനെ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതല്ലാതെ നബിദിനമാഘോഷം അവരുടെ ശംസുലുലമയും നാട്ടികവും മൂസ മുസ്ലിയാർ അടക്കമുള്ള ആളുകളൊക്കെ പണ്ട് മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരടക്കം വാദിച്ച വാദങ്ങളൊക്കെ സ്ഥാപിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടൊട്ടും ഇല്ലാന്താനും. പിന്നെ എങ്ങനെയാണ് വിജയിച്ചത് എന്ന് കഥയിൽ ചോദ്യമില്ല. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ ആയ അവസ്ഥക്ക് ഒരു സ്വീകരണമൊക്കെ കൊടുത്താലോ? അങ്ങനെ സ്വീകരണവും തുടങ്ങി. ചെറുവാടിയിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ മുജാഹിദ് വിഭാഗത്തിന്റെ വാദങ്ങളെ, ശക്തമായ വാദങ്ങളെ തകർത്തെറിഞ്ഞ ഷിഹാബുദ്ദീൻ അൻവരി നെടുങ്ങട്ടൂരിന് അൻവരീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആദരം സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ ഫൈസി നൽകുന്നു. എന്നാൽ രസകരമെന്ന് പറയട്ടെ, ഒരു സഹോദരൻ ഇതൊക്കെ നേരത്തെ കണ്ടുകൊണ്ട് തന്നെ സംവാദം നടക്കുന്ന അന്ന് തന്നെ ഒരു ടെക്സ്റ്റ് എഴുതി വിട്ടിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച ഒരു ടെക്സ്റ്റാണ്. എന്താണ് ഇതിൽ അദ്ദേഹം പറയുന്നത്? ഇന്നാണ് സംവാദം 3/1/2026. ഓരോ സംവാദം കഴിയുമ്പോഴും പതിവ് പോലെ സമസ്തയിൽ നിന്നും ആളുകൾ മുജാഹിദിലേക്ക് വരുമ്പോൾ ചില അനുഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചില മെസ്സേജുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ തുടർന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? സുപ്രഭാതത്തിൽ സമസ്ത വിജയിച്ച വാർത്ത അത് വന്നു കഴിഞ്ഞു. നമ്മൾ നേരത്തെ വായിച്ചു. ഒരു സംവാദത്തിൽ പോലും മുഖം പോലും കാണിച്ചിട്ടില്ലാത്ത അമ്പലക്കടവിന്റെ ആശംസകളേകിയ ഒരു നീണ്ട കുറിപ്പ് അതും വന്നു. ഇനിയോ അത് കണ്ട് തക്ബീർ തൊഴിലാളികൾ ഉസ്താദുമാർക്ക് തക്ബീർ ആരവങ്ങൾ മുഴക്കി നൽകുന്ന സ്വീകരണം അതും നമ്മൾ കണ്ടു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പതിവ് പോലെ നടക്കുന്നതാണ്. സംവാദം കഴിയുമ്പോൾ തന്നെ പൊന്നാടയൊക്കെ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് അത് കഴിഞ്ഞ പാട് തന്നെ പൊന്നാട എണീക്കലും തക്ബീർ മുഴക്കലും അങ്ങനെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ സംവാദത്തിൽ എന്തോ അതൊന്നും നടത്തിയില്ല. എങ്ങനെയെങ്കിലും വന്നിരുന്ന് അടിയൂരി കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു മുസ്ലിയാക്കന്മാർ. സംവാദം കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ എല്ലാം ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എഴുതുകയാണ്, വീണ്ടും സംവാദം വരുന്നു. സംവാദം കഴിയുമ്പോൾ സമസ്തയിൽ നിന്ന് ആളുകൾ മുജാഹിദിലേക്ക് കടന്നു വരുന്നു. പതിവ് പോലെ സമസ്ത വിജയിക്കുന്നു. ഇതൊക്കെ മൂപ്പർ എഴുതി വെച്ചത് മുസ്ലിയാക്കന്മാർ സ്ഥിരം നടത്തുന്ന ചില നമ്പറുകളാണ്. ആ നമ്പറുകൾ അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചത് നമ്മൾ പതിപോലെ കാണുന്നതാണല്ലോ. ഏതായിരുന്നാലും സംവാദം ഇങ്ങനെയൊക്കെ ആയി സമസ്തക്കാർ വിജയിച്ചു. സമസ്തക്കാർ പറയുന്ന പോലെ തന്നെ വിജയിച്ചു നിങ്ങൾ വിജയിച്ചു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. മുജാഹിദുകൾ തോറ്റമ്പി. ഫൈസൽ മൗലവി സമസ്ത മുസ്ലിയാക്കന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ കിടന്ന് വിയർത്തു. അതുപോലെ തന്നെ ഫൈസൽ മൗലവി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് മുസ്ലിയാക്കന്മാർ വളരെ സന്തോഷത്തോടെ, ഹാപ്പിയോടെ, എനർജിയോടെ എല്ലാത്തിനും മണി പോലെ മറുപടിയും പറയും. ഒക്കെ സംഭവം തന്നെ ഉഷാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ വിജയവും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിച്ചോ. ഒക്കെ ശരി. എല്ലാ സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ സംവാദം സമസ്തക്കാരായ ആളുകൾക്കൊക്കെ ഒന്ന് കേൾപ്പിക്കുക. അവരൊക്കെ ഒന്ന് പഠിക്കട്ടെ. മുജാഹിദുകൾ തോറ്റമ്പിയതാണല്ലോ. എല്ലാവർക്കും ഒന്ന് പഠിപ്പിക്കുക. എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന സമസ്തക്കാരായ ആളുകളോടുള്ള ഒരു അപേക്ഷയാണ്.
നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ പണ്ഡിത സഭയുണ്ടല്ലോ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതേപോലെ തന്നെ അമ്പലക്കട ഹമീദ് ഫൈസിയെ പോലെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഈ സംവാദം മഹല്ലടിസ്ഥാനത്തിൽ കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ മഹല്ലടിസ്ഥാനത്തിൽ മലയാളം അറിയുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ, സമസ്തക്കാരായ ആളുകളൊക്കെ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ മുജാഹിദുകളോട് നിങ്ങൾ പറഞ്ഞു. കാരണം സമസ്തക്കാർ വിജയിച്ച ഒരു സംവാദമാണല്ലോ, നബിദിനമാഘോഷം വലിയ പുണ്യമുള്ള കാര്യമാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്നൊക്കെ സ്ഥാപിച്ച ഒരു സംവാദമാണല്ലോ. ആ സംവാദം എല്ലാവരോടും ഒന്ന് കേൾക്കാൻ വേണ്ടി പറയാം. മുജാഹിദുകൾ ഇതാ തോറ്റം പിരിക്കുന്നു എന്നൊക്കെ ഒന്ന് പറ. പക്ഷെ വീഡിയോയിൽ നിന്നൊന്നും ഒരു ഭാഗവും കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ലൈവ് പോയ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യാതെ അത് പൂർണ്ണമായി എല്ലാവരെ കൊണ്ട് കേൾപ്പിക്കുക. അപ്പൊ കേൾക്കുമോ എന്നതാണ് ഇത്രയും ടൈമുള്ള. അതിന് നിങ്ങൾ ഒരു ക്വിസ് മത്സരമോ എന്തെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് അവർക്കൊക്കെ സമ്മാനം കൊടുക്കും. അപ്പോൾ ആളുകളൊക്കെ കേൾക്കും. അതിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി അതിന്റെ തുടക്കം മുതൽ, അതായത് അതിന്റെ ആമുഖ സംസാരം മുതൽ അതിന്റെ അവസാനം അവലോകനം നടത്തുന്നവരെയുള്ള എല്ലാ ഭാഗങ്ങളും കാണണം, കേൾക്കണം എന്നൊക്കെ പറയാം. അതിൽ നിന്നും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾപ്പിക്കും. അതായത് സമസ്തയുടെ കേരളത്തിലുള്ള എല്ലാ മഹല്ലുകളിലെ എല്ലാ ആളുകളെ കൊണ്ടും അത് കേൾപ്പിക്കും. നിർബന്ധമായും കേൾക്കണമെന്ന് പറയാം. കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തരുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ മഹല്ലടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലും ഒക്കെ വിജയികൾക്ക് സമ്മാനമുണ്ട് എന്നൊക്കെ ഒന്ന് പറ. എല്ലാവരും ഒന്ന് കേൾക്കട്ടേന്നേ, എല്ലാവരും ഒന്ന് അറിയട്ടേന്നേ, അങ്ങനെ എല്ലാവരും മനസ്സിലാക്കട്ടെ. അങ്ങനെ ആകുമ്പോഴാണല്ലോ സംവാദം കൊണ്ട് നേട്ടമുണ്ടാകുക. ആർക്കാണ് നേട്ടമുണ്ടാകുക? അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഏതായിരുന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. അതല്ലാതെ കവലപ്രസംഗം നടക്കുന്ന സമയത്ത് വായിത്തോന്നിയൊക്കെ വിളിച്ചു പറയല്ല. ഇന്നത്തെ സംവാദത്തിൽ വഹാബി പക്ഷത്തിന് ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നു. നമ്മുടെ കുട്ടികൾ ചോദിച്ചു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, തിരുപ്പിറവി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യജന്മം എല്ലാ ലോകർക്കും റഹ്മത്താണോ കാരുണ്യമാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്നേ വരെ സമ്മതിക്കാത്ത ആളുകൾക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, തിരുപ്പിറവി അത് ലോകത്തിന് മുഴുവനും റഹ്മത്താണ് എന്ന് നമ്മുടെ മക്കളുടെ മുന്നിൽ ഇന്നലെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. റഹ്മത്തുള്ളാഹി കാസിമി പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, അതെ, ഉളുപ്പില്ലാത്ത ആ പരിപാടി എടുക്കാൻ വേണ്ടി പാടില്ല. കവലപ്രസംഗം നടക്കുന്ന സമയത്ത് പാവപ്പെട്ട കുഞ്ഞാളുകളെ പൊട്ടനാക്കാൻ വേണ്ടി പാച്ചാ നോണ വെച്ച് കാച്ചുകയല്ലേ വേണം. ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല. അത് പാച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്, കുല്ലുഹും മജ്മഉ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. എവിടെയെങ്കിലും മുജാഹിദുകൾ പ്രവാചക റഹ്മത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് കൃത്യമായി പറയുന്ന ആളുകളാണ് മുജാഹിദ്. സമസ്തക്കാർ സാധാരണക്കാരെ ആളുകളുടെ മുന്നിൽ പല നുണകളും പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു പുതിയ നുണയായി ഇതും കൂടി നമുക്ക് എഴുതി ചേർക്കും. ഇതൊക്കെ പറയണമെങ്കിൽ വഹാബ് സക്കാഫി പറഞ്ഞതുപോലെ തന്നെയാണ്, അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതെ, അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദീനിലൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഞാൻ ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമാ അവര് പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ, അവര് ചെയ്തില്ലേ, ഇവര് ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ഇനി സംവാദത്തിൽ നടന്ന എന്താണ് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ചോദിച്ചെങ്കിൽ ഉത്തരം പറയാ. ആദ്യം ചോദിച്ച സംഘടന ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞു, നബി ജനിച്ചത് റഹ്മത്താണെന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾ 3 ചോദ്യം ചോദിച്ചു, 3 കൃത്യമായി മറുപടിയും പറഞ്ഞു. അപ്പം 4 ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്ക്, നിർബന്ധമില്ലെങ്കിൽ ഇടങ്ങാറാക്കണമെന്നില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഇൻഷാ അല്ലാഹ് അപ്പോൾ തൗഫീഖ് കൂടി പറയുകയും ചെയ്യും. ഞങ്ങൾക്ക് കവലയെ പ്രസംഗിച്ചാലും സംവാദത്തെ പ്രസംഗിച്ചാലും മുഖാത്തെ പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് ഒറ്റ പ്രസംഗം. നിങ്ങളെ മാതിരി കവലയിൽ വേറെ, സംവാദത്തിൽ വേറെ, മുഖാമത്തിൽ വേറെ, സ്വന്തം മണികൾക്കിടയിൽ വേറെ അതൊന്നുമില്ല. അങ്ങനത്തെ പരിപാടി നമുക്കില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്നാണ് പറയുക. കാരണം ഞങ്ങളത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ വ്യക്തം, നിങ്ങൾക്കത് പറ്റൂല. നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലത്തും പറയുന്നത് എന്താണ്? നബിദിനാഘോഷം ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ്. നിങ്ങൾ വാദം എഴുതി ഇപ്പോൾ അത് എഴുതിയോ? അത് എഴുതും. ഇനി നിങ്ങൾ എഴുതൂല്ല. ഇത്രയും കാലം നബിദിനാഘോഷ സംവാദത്തിൽ എവിടെങ്കിലും എഴുതിയിരിക്കണോ റബീഉൽ അവ്വൽ 12 ലൈലത്തുൽ പുണ്യമാണ്? അങ്ങനെ വാദം എഴുതിയിട്ട് നിങ്ങൾക്ക് സംവാദം നടത്താൻ നിങ്ങളെ കൊണ്ട് കയ്യൂല. നമ്മൾ വെല്ലുവിളിക്കണമെന്നില്ല, കഴിയാത്ത പണി വിളിക്കാൻ പാടില്ലല്ലോ. അതേപോലെ 2 പെരുന്നാളേക്കാളും വലിയ ആഘോഷമാണ്. എത്ര സ്ഥലത്ത് നിങ്ങൾ എഴുതി പ്രസംഗിച്ചു? എന്താ ഇവിടെ എഴുതാത്തത്? 3ാമത്തെ ഈദാണെന്ന് പറഞ്ഞു, എന്തെങ്കിലും എഴുതാത്തത്? പിന്നെ എന്താ നിങ്ങൾ വാദിയത്? ഷിർക്കാണ് എന്നത് ശരിയല്ല. ഷിർക്കാന്ന് ആരെയും പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. നബിദിന ആഘോഷം എന്നത് ഒരു ആഘോഷം എന്ന നിലക്ക് അത് ഷിർക്കാകുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടേ ഇല്ല, എഴുതിയിട്ടില്ല. ഉറപ്പാണ്, സംശയമില്ല.
നിങ്ങളവിടെ ഉമർ മൗലവിൻ്റെ അടയാളം വെച്ചല്ലോ, നിങ്ങൾ ബാക്കി പറഞ്ഞുതരാം. അതുകൊണ്ടൊന്നും കാര്യമില്ല ഉസ്താദുമാരെ. സഹോദരങ്ങളെ, എന്തിനാണ് നമുക്ക് ഈ പുത്തനാചാരം? ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഇപ്പം നിങ്ങളും ഞങ്ങളും ഇത്തിഫാക്കായി സംവാദം തുടങ്ങി ദേശമായപ്പോഴേക്ക് നമ്മൾ ഇത്തിഫാക്കായ കാര്യം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഘോഷിച്ചിട്ടില്ല, സ്വഹാബിമാർ ആഘോഷിച്ചിട്ടില്ല, താബിഈങ്ങൾ ആഘോഷിച്ചിട്ടില്ല, തബഉ താബിഈൻ ആഘോഷിച്ചിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമുമാർ അയിമ്മത്തുൽ അർബഅ ആഘോഷിച്ചിട്ടില്ല. ഇതിലിപ്പോൾ തർക്കമില്ലല്ലോ. ഇനി ഷിയാക്കൾ തുടങ്ങി, അതിനും തർക്കമില്ലല്ലോ. ഇത് അൽ മുബാറക്ക് എഴുതിയാണ്. സുന്നികളും ഷിയാക്കളും യോജിക്കുന്ന ഒരുപാട് വിഷയം വന്നപ്പോൾ അവിടെ എണ്ണിപ്പറഞ്ഞ ഒന്നാണെന്ത്? നബിദിനാഘോഷ വിഷയത്തിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. അതാണ് അതിന് ഔഷായസനെ പറഞ്ഞ അതിന് ഒരു തുണിയെടുക്കുന്നുണ്ട്, നമ്മൾ തുണിയെടുക്കുകയും ചെയ്യുന്നതാണ്. അതല്ല ഇവിടെ വിഷയം. ശറഇൽപ്പെട്ടതാണ് ഞങ്ങൾ എഴുതിയത്. അതേപോലെ മൂല്യമുള്ള ഇബാദത്ത് എന്തെങ്കിലും ഉണ്ടാത്തത് ഇപ്പോൾ സംഘടന മതി. നിങ്ങൾക്ക് വാദമുണ്ടോ നബിദിനാഘോഷം സംഘടന ഉണ്ടാക്കുന്ന പോലെയാണിത്? അത് പറയാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ സംഘടന ഉണ്ടാക്കിയ പോലെ തന്നെയാണ് നബിദിനാഘോഷം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ പറയും. അപ്പം പിന്നെ ആയത്തോതേണ്ട ആവശ്യമില്ല, അപ്പം ഹദീസ് വേണ്ട ആവശ്യമില്ല, അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമാമികൾ കിതാബൊന്നും ആവശ്യമില്ല. അത് അപ്പം ഈ കണ്ട എല്ലാ സുന്നി അഫ്കാറും വലിച്ചെറിയണ്ടിരും. ഇത് മൂല്യമുള്ള ഇബാദത്താണെന്ന് എഴുതിയത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വ്യവസ്ഥയും ഈ നിലക്ക് വാദപ്രതിവാദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മതത്തിൽ കൂട്ടിച്ചേർക്കല്ല. നബിയെ സ്നേഹിക്കാൻ സംശയമൊന്നുമില്ല, നബി റഹ്മത്ത സംശയമല്ല. നബിതങ്ങളുടെ ജന്മം റഹ്മത്തല്ലാത്തത് കൊണ്ടല്ലേ നബിദിനം പാടില്ല എന്ന് പറഞ്ഞാൽ? അല്ല, റഹ്മത്ത് ആയതുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞത്. കാരണം എന്താ? നബിതങ്ങൾ ജനിക്കുന്ന മുമ്പ് ആർക്കും എന്തുണ്ടാക്കാൻ പാടില്ല. നബിതങ്ങളാകുന്ന റഹ്മത്ത് വന്നു, ഇനി ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല. ഇനി വഹയി പ്രകാരം നബിതങ്ങൾ പറഞ്ഞു തരും, അതിൻ്റെ ഒപ്പം പോയാൽ മതി. ആ നബിതങ്ങൾ പറഞ്ഞു തന്നില്ല. നബിയെ സ്നേഹിക്കാൻ നബിതങ്ങൾ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലാൻ നബിതങ്ങൾ പറഞ്ഞു, നബിയെ സ്വന്തത്തേക്കാൾ മാതാപിതാക്കളെക്കാൾ ഏറെ സ്നേഹിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞു. എന്താ എല്ലാ വിഷയവും പഠിപ്പിച്ചു. നബിയുടെ പേര് കേട്ട സ്വലാത്ത് ചൊല്ലേണ്ട രീതി പോലും പറഞ്ഞു. പക്ഷേ ഒരു സൂചന കൊണ്ടെങ്കിലും ഞാൻ ജനിച്ച മാസം, ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കണേ, അന്ന് പെരുന്നാളേക്കാളും ഈദാകുന്നു, ലൈലത്തുൽ ഖദ്ർ 1000 മാസമാണെങ്കിൽ ഇത് അതിലേറെ പുണ്യമാകുന്നു എന്നൊരു സൂചന പോലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് എന്തിനാണ് ഷിയാക്കളുടെ ആചാരം? നമുക്ക് സ്വഹാബത്തിന് ആചാരം പോലെ, താബീങ്ങൾ ആചാരം പോലെ സ്വഹാബത്ത് സ്നേഹിച്ചതിനേക്കാൾ ഏറെ സ്നേഹിക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. അതാ ഇമാമിങ്ങൾ പറഞ്ഞത്. അവരുടെ സ്നേഹമെന്നത് ആ സ്നേഹം ലാ യബ്ലുഗു, ആ സ്നേഹത്തോളം എത്തുകയില്ല. നമ്മളെല്ലാവരും കൂടിയാലുള്ള സ്നേഹം പോലും ഒരു സ്വഹാബിയുടെ സ്നേഹത്തിലേക്ക് പോലും എത്തുകയില്ല. എന്നാൽ ആ സ്വഹാബത്ത് ചെയ്യാത്ത ഒന്ന് നമ്മൾ ചെയ്തിട്ട് ഇബ്നു മസ്ഊദ് ചോദിച്ച പോലെ ഔ ഫുഖത്തും അസ്ഹാബ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ സ്വഹാബിമാരെക്കാളും മേലെ പോകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ദിക്ർ ചെയ്ത ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാരോട് ഇബ്നു മസ്ഊദ് പണ്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. നമുക്ക് ഈ ബിദ്അത്ത് ആവശ്യമില്ല. ഇത് നല്ല ബിദ്അത്തല്ല. നല്ല ബിദ്അത്ത് എന്ന ഒന്ന് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല. അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. ഇത് ദുഷിച്ച ചീത്തയായ ബിദ്അത്ത് തന്നെയാണ്. അതുകൊണ്ട് ആ ബിദ്അത്ത് വേണ്ടത് തീരുമാനിക്കാം. നമുക്ക് സുന്നത്ത് മതി, നബിയുടെ മാർഗം മതി, സ്വഹാബത്തിന്റെ മാർഗം മതി, താബീങ്ങളുടെ മാർഗം മതി, അയിമ്മത്തുൽ അർബഅ പഠിപ്പിച്ച ഇസ്ലാമികമായ അധ്യാപനം മതി. അല്ലാത്തൊന്നും ആവശ്യമില്ല. അതിനപ്പുറത്ത് അൽമനാറിൽ വന്നാലും എവിടെ വന്നാലും അൽമനാർ ദലീലല്ല. അൽമനാറിൽ സ്വീകരിക്കാൻ പറ്റുന്നോ സ്വീകരിക്കാം, അല്ലാത്തതുകൊണ്ട് ഒഴിവാക്കാം. അത് എല്ലാത്തിനും നമുക്ക് നിലപാട് അത് തന്നെയാണ്. നമുക്ക് ആ ബിദ്അത്തൊക്കെ ഒഴിവാക്കി യഥാർത്ഥ ദീനനുസരിച്ച് ജീവിച്ചാൽ പോരെ? പ്രവാചകനും സഹാബാക്കളും ജീവിച്ചതെങ്ങനെ? പ്രവാചകന്റെ സഹാബാക്കൾ എങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചു? ആ രൂപത്തിലൊക്കെ സ്നേഹം പ്രകടിപ്പിച്ചാൽ പോരെ? മതത്തിന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വല്ലാണ്ട് ആഘോഷിച്ചിട്ട് ഒരുപാട് സമ്പത്തും അതിന്റെ സമയവും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് എന്തിന് നമ്മൾ മതത്തിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരണം? എന്തിന് നമ്മൾ കുറ്റം വാങ്ങിച്ചു കൂട്ടണം? അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്ധമായ മുജാഹിദ് വിദ്വേഷം തലയിൽ കയറ്റി വെച്ച് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതിരിക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, റെഡി.